അയർലൻഡിൽ വന്നപ്പോൾ തൊട്ട് ഈ കുതിരകളെ കാണാൻ എപ്പോഴും റോഡിൽ കൂടെ ഒക്കെ ആൾക്കാർ കുതിരവണ്ടിയും അതുപോലെ കുതിരയായിട്ടൊക്കെ പോകുന്നത് കാണുമ്പോൾ ഈ കുതിര ഒന്ന് അടുത്ത് കാണണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് യാദൃശ്യമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുതലാളി അദ്ദേഹത്തിന് കുതിര ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ എന്തോരം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പിള്ളേർ ഇൻട്രസ്റ്റ് പറഞ്ഞു. അപ്പം തന്നെ പുള്ളി പറഞ്ഞ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസ്, ആ ഫാം ഹൗസ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പുള്ളി ഒരു 5-6 വർഷമായിട്ടുള്ളത് മേടിച്ചിട്ട്. എന്തായാലും അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. പിള്ളേരെ കൊണ്ട് കുതിരയ്ക്കുള്ള തീറ്റയൊക്കെ എടുത്ത് അതും അന്വിയും കൂടെ കുതിരയെ തീറ്റിക്കാനായിട്ട് മുമ്പോട്ട് പോവാണ്. ഈ വെട്ടം കണ്ടല്ലോ അല്ലേ, ഇത് രാത്രി ഒരു 8:30-9 മണി സമയത്താണ് ഇത് നടക്കുന്നത്. ഇത്രയും വെട്ടം ഉണ്ടായിരുന്നു. സമ്മർ ടൈമിൽ കൂടെ അങ്ങനെയാണ് യൂറോപ്പ് മുഴുവൻ ഏകദേശം. എന്തായാലും കുട്ടികൾ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ അടുത്ത് കുതിര അവിടെ നിന്ന് ഹോഴ്സി എന്ന് വിളിക്കുമ്പോഴേ കുതിര ഒരു ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത് കുതിരയുടെ അടുത്തേക്ക് ചെന്നു. ഒരു 22 വയസ്സുള്ള കുതിര എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ വീടിൻ്റെ ഓണറാണ് പാറ്റ്. അങ്ങനെ ആ കുതിരയ്ക്ക് അവിടെ തീറ്റി കൊണ്ടുവച്ച് പാവം ഞങ്ങളെ കാത്തിരുന്ന പോലെയാണ് അത് കഴിക്കാൻ തുടങ്ങുന്നത്. നല്ല കുതിര, നല്ല ഇണങ്ങിയൊരു കുതിരയാണ്. കുട്ടികളെ ഒന്ന് തൊട്ടിട്ടും അത് നല്ല കാര്യമായിട്ട് അവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുതിരനെ കൂട്ടി നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു കുതിരനെ പിടിക്കുന്നൊരു കയറ് പോലത്തെ സാധനം വെച്ച് അതിനെ കെട്ടിയിട്ട് അതുകൊണ്ട് നടക്കാനായിട്ട് അതുവിൻ്റെ അന്വേണയും കൊടുത്തു. അതിനെയും കൊണ്ട് കുറേ ഇങ്ങനെ അവിടെയുള്ള കുറേ വഴികളുണ്ടായിരുന്നു, അവിടെയൊക്കെ അതേം കൊണ്ട് നടന്ന് കുതിരയാണെങ്കിൽ പാവം കുട്ടികളായിട്ട് ഇണങ്ങിയതുപോലെ അവരുടെ കൂടെ തന്നെ അവൻ വലിക്കുന്ന ആ സൈഡ് പിടിച്ച് കുതിര ഇങ്ങനെ നടക്കുമായിരുന്നു. എന്നാലും അതിൻ്റെ തീറ്റ ആകാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് സപ്പർ കഴിക്കാൻ വേണ്ടി വീണ്ടും അതിൻ്റെ അടുത്തോട്ട് തന്നെ പോകുന്നുണ്ട്. മോനും അതിൻ്റെ അടുത്തോട്ട് തന്നെ എന്നെ കൊണ്ടുവിട്ടു. എന്തായാലും അങ്ങനെ ഒരു കുതിരേനെ അടുത്ത് കാണണം എന്നുള്ള എൻ്റെയും പിള്ളേരുടെയും ആഗ്രഹം ഇന്നെന്തെല്ലാം അങ്ങനെ അങ്ങ് നടന്നു. ഒരു നല്ലൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം. എന്തായാലും ഒരു നല്ല മറക്കാനാവാത്ത നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഇവിടെയൊക്കെ മിക്ക വീടുകളും ഇതുപോലെ കുതിരനെ വളർത്തുകയും അതുപോലെ കുതിരപ്പന്ത് ഓട്ടങ്ങളും അങ്ങനെ കുതിരപ്പന്തയങ്ങളും കുതിര കോമ്പറ്റീഷൻസൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ്. എന്തായാലും അങ്ങനെ ഇന്നൊരു കുതിരയുമായിട്ട് ഞങ്ങൾക്ക് ഇണങ്ങാൻ പറ്റി.